നമസ്കാരം. മൂന്നാമത്തെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് ലൈവ് ഇട്ടതിന്റെ പേരിൽ തനിക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നുവെന്നും സൈബർ ആക്രമണത്തിന് എറിഞ്ഞുകൊടുക്കുന്നുവെന്നും ആരോപിച്ച് അതിജീവിതയ്ക്കെതിരെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ വന്ന ശ്രീനാദേവി താൻ അതിജീവിതനൊപ്പം കൂടിയാണെന്ന് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ ഇടതു സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ശ്രീനാദേവിക്കെതിരെ വ്യാപക സൈബർ ആക്രമണം ആരംഭിച്ചത്. തനിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നാണ് ശ്രീനാദേവി പരാതിയിൽ പറയുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പൊതുസമൂഹത്തിൽ തന്നെ കരിവാരിത്തേക്കുന്ന തരത്തിലാണ് അതിജീവിത പരാതി നൽകിയത്. അതിജീവിത ആരാണെന്ന് തനിക്കറിയില്ല. അതിജീവിതയെ താൻ അധിക്ഷേപിച്ചിട്ടില്ല. താൻ എന്നും സത്യത്തിനൊപ്പമാണ് നിലനിൽക്കുന്നത്. അതിജീവിത എന്ന നിലയിൽ നിയമം തരുന്ന സംരക്ഷണത്തെ വ്യാജ പരാതികളിലൂടെ തനിക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചെന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ പറയുന്നു. അതിജീവിത തനിക്കെതിരെ പരാതി നൽകിയെന്ന് KK ഷാഹിന എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് അറിയുന്നത്. ആരുടെയോ പരാതിയുടെ സ്ക്രീൻഷോട്ട് ഇട്ട ശേഷം പൂട്ടും ആരുടെ കുഞ്ഞമ്മയായാലും അവൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. കുഞ്ഞമ്മ ഒരുങ്ങിയിരുന്നോ പോലീസ് വരുമ്പോൾ സ്വീകരിക്കാൻ എന്നാണ് പറയുന്നത്. എൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ താൻ ആരുടെയോ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അതിജീവിതയെ ഒരു തരത്തിലും അധിക്ഷേപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത്. രാഹുലിന് മുൻപുള്ള കേസുകളിൽ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി നദീറ നടത്തിയ പരാമർശങ്ങൾ പറഞ്ഞിരുന്നു. പൂർണ്ണമായും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പരാമർശമാണ് താൻ നടത്തിയത്. റിപ്പോർട്ടർ TV പോലെയുള്ള ചാനലുകൾ തനിക്കെതിരെ അതിജീവിത പരാതി നൽകിയെന്ന വാർത്ത കൊടുത്തു. ഈ ചാനലിന് ഈ കേസിൽ സ്ഥാപിത താൽപ്പര്യങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, തന്നെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനും സ്ത്രീ എന്ന നിലയിലുള്ള തൻ്റെ അന്തസ്സിനെ അപമാനിക്കാനും നേരത്തെ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് ശ്രീനാദേവി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. താൻ സത്യത്തിനും അതിജീവിതയ്ക്കും ഒപ്പമാണ്. അതിജീവിത തൻ്റെ പ്രസ്താവന വളച്ചൊടിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും അതുവഴി തന്നെ കടുത്ത സൈബർ ആക്രമണത്തിന് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയിരിക്കുന്നു. ചൂഷണത്തിനെതിരെ പെൺകുട്ടികളോട് പ്രതികരിക്കാനുള്ള ബോധവൽക്കരണത്തിനാണ് താൻ ശ്രമിച്ചത്. അനാവശ്യവും തെറ്റായതുമായ ആരോപണങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള പുരുഷന്മാർക്ക് അവർ അർഹിക്കുന്ന പരിഗണന വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. സ്ത്രീകളും പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സ്ഥിതി സമത്വം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം വേണമെന്നുള്ളത് താൻ അടിവരയിട്ട് പറയുന്നു. ബന്ധങ്ങളുടെ മൂല്യം, വിവാഹിതരുടെ കടമകളും കർത്തവ്യങ്ങളും എന്നിവ പോലെയുള്ള ഗൗരവകരമായ വിഷയങ്ങളാണ് തൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ ഉയർത്തിക്കാട്ടിയത്. തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും ഉപയോഗിച്ചാണ് അത്തരമൊരു ലൈവ് നടത്തിയത്. എന്നാൽ അതിജീവിത ദുരുദ്ദേശത്തോടെ തനിക്കെതിരെ തെറ്റായതും കെട്ടിച്ചമച്ചതുമായ പരാതി നൽകുകയായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തനിക്കെതിരെ മനഃപൂർവ്വം വ്യാപകമായ പ്രചാരണം അഴിച്ചുവിട്ടു. KK ഷാഹിന എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും ഒരു സ്ത്രീ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും തൻ്റെ സൽപ്പേര് തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കുക എന്ന ഫാസിസ്റ്റ് സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ തനിക്കെതിരായ സോഷ്യൽ മീഡിയ പ്രചാരണത്തിലും അപകീർത്തി പരാമർശത്തിലും നടപടി ഉണ്ടാകണമെന്ന് ശ്രീനാദേവി പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ, പരാതിക്കാരി എന്ന നിലയിൽ ലഭിക്കുന്ന നിയമപരിരക്ഷ ദുരുപയോഗം ചെയ്യാൻ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ശ്രീനാദേവിയുടെ ആവശ്യം. രാഹുലിന് വേണ്ടി ഫേസ്ബുക്ക് ലൈവ് ഇട്ട ശ്രീനാദേവിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് സ്നേഹ, പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് അനിൽ തോമസ് എന്നിവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തുടക്കം മുതൽ രാഹുലിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ശ്രീനാദേവി സ്വീകരിച്ചിരുന്നത്. രാഹുലിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന് പറയാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിലെ വനിതാ റിപ്പോർട്ടർ തന്നെ സമീപിച്ച വിവരം നേരത്തെ ശ്രീനാദേവി പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറിയെ തരം താഴ്ത്തുന്നതിലേക്ക് നയിച്ച ശ്രീനാദേവിയുടെ പരാതി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് അസ്വാരസ്യങ്ങൾ കാരണം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിൽ ചേരുകയായിരുന്നു. കഴിഞ്ഞ തവണ പ്രതിനിധീകരിച്ച ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശ്രീനാദേവി വിജയം കൊയ്തു. ശക്തമായ നിലപാടുമായി ശ്രീനാദേവി രംഗത്ത് വന്നത് കോൺഗ്രസിനെയും ഫലത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മറുനാടൻ മലയാളി, പത്തനംതിട്ട.